ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്നാമത് വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പുതുക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗദിയിൽ പുതുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഖത്തർ വരെ പോയാൽ നമ്മൾ ആദ്യം വിസ ഒക്കെ എടുത്തിന് അവിടുത്തെ ഓണറൈവലല്ല, അല്ലാതെ വിസ ഒക്കെ ഓൺലൈനിൽ അയാ ഉപയോഗിച്ചുകൊണ്ട് വിസ ഒക്കെ എടുത്തുകൊണ്ടാണ് പോണത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഏതായാലും ബോർഡർ കഴിഞ്ഞിട്ട് കാര്യം ഖത്തറിലെത്തിയിട്ട് വിവരങ്ങൾ പങ്കുവെച്ച് തരാം. ഓക്കെ, വിസ ഒക്കെ അവിടെ ഫ്രീ ആണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഏതായാലും ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് ജിദ്ദ ടു ഖത്തറാണ് യാത്ര. കുട്ടികളുണ്ട്, ഉമ്മുണ്ട്, എല്ലാവരും ഓക്കെ. ചരിത്രത്തിലുണ്ട് ഹാജറ, സഫ മർവ കഥയിലും ബീബി ഹാജറ. അമ്പിളിച്ചലുള്ള അൻപർ മണമുള്ള അമ്പത്താലൊളിയ പൂമുത്ത് ഹാജറ. ദൂതരിബ്രാഹിം ആദര പൂവിന്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജറ. കസ്റ്റംസാണ് ബാഗും കാര്യങ്ങളും വണ്ടിയുള്ള സാധനമൊക്കെ ചെക്ക് ചെയ്യാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ചെക്കാണ്. ടൈമിൻ്റെ അവിടെ കഴിഞ്ഞ് ഇൻഷുറൻസിൻ്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫൈനൽ ചെക്കാണ്. പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ ലാസ്റ്റ് സ്റ്റേജാണ്. ഖത്തറിലെത്തി ഗൈസ്. നമ്മളെ മോ വന്നിരുന്നു കൂട്ടാൻ. ഖത്തറിലെ മിനിസ്റ്ററിൻ്റെ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി അടിപൊളി ബിൽഡിംഗ് ആണ്. ഖത്തറിൻ്റെ കൊടിങ്ങനെ പറഞ്ഞത് ഗൈസ്. ഖത്തറിലെ ഹമദ് ഹോസ്പിറ്റൽ. അയ്യോ അയ്യോ, ഇത് ഖത്തറിലൊരു മെയിൻ പള്ളിയാണ്. അൽഫനാർ, ഇംഗ്ലീഷിൽ പുതുമ കുറഞ്ഞൊരു മെയിൻ പള്ളിയാണ്. ഇത് ദോഹയിലെ അൽഫനാർ പള്ളിൻ്റെ അടിയിൽ ഒരു ഇതുണ്ട്, പേടി അടിപൊളി ഫോട്ടോ. ഫ്രീയാണ്. നമ്മളെ മക്കയിലെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ. എല്ലാവരും സൂപ്പറായിട്ടുള്ള അടിപൊളി. ഇതാണ് ഖത്തറിലെ രാത്രികാല കാഴ്ചകൾ. സൂക്ക് വക്കിഫ് എന്ന് പറയും. ഓക്കെ, ഇവിടെ പർച്ചേസ് പഴയകാലം മുതൽ പർച്ചേസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സൂക്കാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളെ ഇൽഫനാർ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ്. സൂക്കാണ് ഇവിടുത്തെ സൂക്ക് വക്കിക്കുന്നത്. ഇതിലൂടെ ഉള്ളത് എല്ലാ കിളികളും എല്ലാ സാധനങ്ങളും ഉണ്ട്.
ഓ ഐഡിയ ഉണ്ട്. കിളികളെ സ്നേഹിക്കുന്നത് നീരാട്ടം. ഇവിടെ നല്ല ഉണ്ടാക്കിയ ട്രഡീഷണൽ മട്ടൻ അലീമൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ പിന്നെ? ഇത് അന്ന് ഉപയോഗിച്ചപ്പോൾ എന്താണ് വേൾഡ് കപ്പിലല്ലേ? ഇവിടുത്തെ രാജാക്കന്മാരാ. സൂക്ക് വക്കത്തിലെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് ഇവിടെ, ആർട്ട് സെൻറ്റർ. അപ്പം അത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ഗൈസ് ആർട്ട് ഗാലറിയാണ്. പറ്റുന്നിടത്തോളം ഇനി ഖത്തർ ഡൗൺ ടൗണിലേക്ക് ഇറങ്ങാണ്. ഓക്കെ, ഈ എസ്കലേറ്റർ ഉപയോഗിച്ച് താഴത്തേക്ക് ഇറങ്ങാണ്. ഡൗൺ ടൗൺ കാഴ്ചകൾ കാണാം. ഫേമസ് കുനാഫ എന്നത് ഫേമസ് സ്പോട്ട് കുനാഫാണ്. ദുബായിൽ ട്രെൻഡിങ് ആയ കുനാഫ ഇവിടെ ഖത്തറിലും പൊന്നു. ഇതാണ് പ്രാമ വരുന്നത്. പിന്നെ അത് ഫ്രീ സർവീസാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കയറി കറങ്ങാൻ പറ്റും. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസാണ്, ഫ്രീ സർവീസാണ്. അപ്പം കയറുന്ന ഫ്രീ സർവീസാണ്. ഇവിടെ ഒന്ന് നിന്നാൽ മതി. നമുക്കെല്ലാവർക്കും കയറാൻ പറ്റുന്നത്. നല്ല അടിപൊളി സർവീസാണ്. നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഫ്രീ സർവീസാണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം.
ഇല്ലല്ല അവിടെ പോകൂല. എന്താ അവിടെ കാക്ക പിടിച്ചിട്ട് അശു അശു എങ്ങനെയുണ്ട്? സൂപ്പറാ അശു. ദോഹ സിറ്റിയിൽ വരുന്നുണ്ട്. ഇത് നിർബന്ധമായി യൂസ് ചെയ്യണത്. നമുക്ക് ദോഹൻ്റെ എന്താണ് മിസ് കൊടുത്തില്ല. അടിപൊളി ഫാമാണ്. നല്ല ഒരു 15-20 മിനിറ്റുള്ള യാത്രകൾ. ഇതാണ് സൂക്ക്. സൂക്ക് കഴിഞ്ഞ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കോർണർ ഷോപ്പ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോർണർ സൈഡ്. അപ്പം ഖത്തറിൽ കോർണർ ഷോപ്പിൻ്റെ ഭാഗത്തുണ്ട്. ഇത് ഖത്തറിലെ ഒരു ഇസ്ലാമിക് മ്യൂസിയമാണ്. നമ്മളെ ഇന്ത്യ എന്നൊക്കെ പഴയ കാലത്തെ മുഗൾ ആ ടൈമിലൊക്കെ ഉള്ള ടിപ്പു സുൽത്താൻ്റെ ഒക്കെ ടൈമിലുള്ള കുറേ വസ്ത്രങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ് എനിക്ക് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഞാൻ കയറിയിട്ടില്ല. 60 റിയാലാണ് പെർ ഹെഡ്. അപ്പോൾ അത്രയും കോസ്റ്റ്ലി പൈസ കൊടുത്താണ് കയറിയിട്ട് കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. പിന്നെ ഖത്തറിൻ്റെ പോകാൻ്റെ സൈഡിൽ കുറഞ്ഞ സൈഡിൽ 50-100 പറയും. 100 നമ്മൾ ഫാമിലി മാത്രം. അപ്പം മൊത്തമായിട്ട് 50 പല പാഷനുണ്ടോ ഇവിടെ. പൈസ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, പെർ ഹെഡ് 5 ഐറ്റം കിട്ടും, പെർ ഹെഡ് 10 ഐറ്റം ഒക്കെ കിട്ടും. ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ടുപോയി മൊത്തം കറക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഒന്ന് നോക്കാം. നമ്മൾ ആ ബോട്ടിൽ കയറി ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മളൊരു 30 റിയാലേ കൊടുത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ബോട്ടിൻ്റെ മുകളിൽ കയറി നമ്മൾ. ഓക്കെ, ചെത്ത നല്ല അടിപൊളി സർവീസാണ് ഇത്. മാക്സിമം യൂട്ടിലൈസ് ആണ്. അത്ര എക്സ്പെൻസീവ് അല്ല. പെർ ഹെഡ് 5 റിയാലൊക്കെ ഒരു വാങ്ങുന്നുള്ളൂ. ഒരു ബാർഗൻ ചെയ്താൽ ചിലപ്പോൾ 10 പറയും. 5 നമ്മൾ കയറിയത്. 6 ആൾക്കാരും കുട്ടികളും കുറേ അല്ല. നല്ല അടിപൊളി, നല്ല അടിപൊളി സ്ഥലമാണ്. ഇത്ര സുന്ദര ഖത്തർ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഇങ്ങനെ പോകാം. ഓക്കെ, താഴത്തുനിന്ന് സൗകര്യമുണ്ട്. 14 ഫാമിലിയൊക്കെ അതിന് മുകളിൽ ഗൈസ്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ നേരെ പോകുന്നത് ആ കടലും മരുഭൂമിയും പാടെ സംഘടിക്കുന്ന സ്ഥലമുണ്ട് ഖത്തറിൽ. ഓക്കെ, നല്ല അടിപൊളി ഒരു കാഴ്ച കേട്ടോ ഖത്തറിൽ നിന്നുള്ള സൺസെറ്റ്. ഇത് പൊന്തി വരുന്ന ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട്. ഉണ്ട്.
പ്രശസ്ത കലാകാരി. ഒരു മത്സരം തന്നെയാണ്. ഫോർത്ത് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. മാഡം അത് ഫസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടിലാണ് ഗൈസ്. അവർ ബഹുദൂരം മുന്നിലാണ് ഗൈസ്. അവർ 3 പേരും ഗൈസ്. കയറ്റൊക്കെ റൂബി സിമ്പിളായി കയറ്റും എന്നാണ് പറഞ്ഞത്. ഇത് നോക്കൊരു വിഷയമല്ല, ഒന്നും ഒരു വിഷയമല്ല എന്നാണ് മാഡം പറയുന്നത്. അതൊക്കെ എത്തുന്ന അയ്യോ. മാസിനതാ പോണ ഗായ്സ്. മാസിൻ പോവാണ് ഗായ്സ്. മാസിൻ യാമിനെമാന്റെ കൂടെ കളിക്കാൻ കഴിയാത്ത സങ്കടത്തിൽ. മാസി കൂടെ ഇപ്പൊ ചെന്നൊന്ന് ഇനി പോയിക്കോ. പാമ്പ് ഉണ്ടാവോ ഇല്ലേന്ന് അള്ളാഹുക്ക് അറിയുള്ളൂ മക്കളെ. മക്കളെ ഖത്തറിലുള്ളത് അടിപൊളിയാട്ടോ. ഖത്തർ നല്ല അടിപൊളി. രാത്രിയൊക്കെ നല്ല യാത്ര ചെയ്യാൻ പറ്റിയ Exit to the right to exit 18 out, make a U-turn. Then turn right. എങ്ങനെ അപ്പൊ ഗൈസ്, നമ്മളെ ഖത്തറിലെ 2ാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിലാജിയോ മാൾ എന്നാണ്. പിന്നെ ഇത് ഹോട്ടലാണ്. ഇതൊരു ഹോട്ടലാണ്. വിലാജിയോ മാൾ ഇതിന്റെ ഉള്ളിലാണ്. ഓക്കെ, നമ്മൾ പാർക്കിംഗ് ഉണ്ടാവും. ഇവിടെ പാർക്കിംഗ് ഒരാൾ എടുക്കുന്നുണ്ട്. ഇതിന് വേറെ പേരുണ്ട്, ടോർച്ച് ടവർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ ബിൽഡിംഗ് ആ കറങ്ങുന്ന അതേമാതിരി തന്നെ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കറങ്ങുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊക്കെ അവിടെ ഇരുന്ന് 5 സ്റ്റാർ ഹോട്ടലാണ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളെ വിലാജിൻ്റെ പിന്നെ എൻട്രൻസ് കൊണ്ട് അപ്പം കാഴ്ചകളുമായി നല്ല അടിപൊളി ഒരു സീനറി ആട്ടോ. അത് മുകളിൽ സത്യത്തിൽ നമ്മളിങ്ങനെ നടക്കുന്നതനുസരിച്ച് സംഭവം അവിടെ തന്നെയാണ്. നമ്മളിങ്ങനെ നീങ്ങണ മാതിരി ഫീൽ ചെയ്യും. അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മൾ വിലാജിയോ മാളിൻ്റെ ഉള്ളിലുള്ള പിന്നെ ആ ബോട്ട് സർവീസ് ഉള്ള ഖത്തറിലെ ഒരു ഫേമസ് ആണിത്. നമ്മളെല്ലാ വീഡിയോയിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇതൊന്നും നിങ്ങൾ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം 10 റിയാലുള്ള ടിക്കറ്റിന് ഇത്രയായിട്ട് 10 റിയാലാട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു 20 മിനിറ്റ് യാത്ര ഉണ്ടാവും. ഓക്കെ, വിലാജിയോ മാളിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മളും കയറി ലഭിച്ചോ? എങ്ങനെയുണ്ട്? സൂപ്പറാ? തോടിയാ? സൂപ്പറാ?
ഇല്ല. ഓക്കെ നമ്മളൊന്ന് കയറി ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാവരും 10 രൂപ ചെറിയ ടിക്കറ്റ് പ്രൈസ് ആണ്. എല്ലാവരും വരുന്നവർക്കൊന്ന് പിന്നെ ടിക്കറ്റ് എടുക്കാം, കാണാം. ഗൈസ് ഇതിനെ പിടിച്ച് എവിടെയാണ് വിഷു? വിഷു എങ്ങനെയുണ്ട്? വിഷ സൂപ്പർ. ആ ലൈക്ക് ആ നല്ല അടിപൊളി, നല്ല രസമുള്ളൊരു യാത്രയാണ്. തണുപ്പില്ല, കാറ്റില്ല. ഇതാ ഞങ്ങളെ അടുത്ത വണ്ടി ഇതാ ഇവിടെ പോകുന്നുണ്ട്. ഞങ്ങൾ അവർ 4 ആള്. ഹായ്. ശരിക്ക് കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ട്രിപ്പ്. സത്യത്തില് സെറ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മ കയറുകയാണ് ഗൈസ്. ഉമ്മ ആ ബോട്ടിലൂടെയുള്ള വിലാജിയോ മാളിൽ നിന്നുള്ള ബോട്ട് സർവീസിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ അവിടെ. ഇതിൽ ഇതിനുള്ളിൽ ഒരുപാട് മാളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പ്രത്യേക ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പരിഹാരം. ഗൈസ് അവർ വന്ന് ഗൈസ്, അവർ കറങ്ങി വന്ന് ഗൈസ്. ഇതിലാച്ചുമാളുള്ളത് കറങ്ങിയിട്ടുണ്ട്. ചെറിയ ഫുഡ് കോർട്ടും കാര്യങ്ങളും ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് പർച്ചേസ് ചെയ്യാൻ. അപ്പം ഇതാണ് ഗൈസ് ഖത്തറിലെ വിലാജിയോ മാളിലുള്ള കരിഫോർ. ഓക്കെ അപ്പം ഇതാണ് നമ്മളെ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഉണ്ടാക്കി വെച്ച ഒരു ഫ്ലാഗ് പ്ലാസ. ഓക്കെ നല്ല അടിപൊളിയായി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ നാടിൻ്റെയും കൊടികൾ ഫ്ലാഗ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. പകലൊക്കെ കാണാൻ രസം. നമ്മൾ രാത്രിയാണ് എത്തിയത്. അപ്പം കാഴ്ചകൾ കാട്ടിത്തരാം. ഒരു നോക്കിയാൽ ഒരുപാട് കുട്ടിയില്ലേ? എന്താണ് വിഷ? അത് വിഷോ ഇതെന്താണ്? മിയ പാർക്ക് അപ്പുറത്താണ്. അതല്ല, അത് ഫ്ലാഗാണ്. അല്ലല്ല, ഇത് ഫ്ലാഗ് പ്ലാസ. അപ്പം ഗൈസ് നമ്മൾ എത്തിയത് മിയ പാർക്ക് പറഞ്ഞൊരു പാർക്കാണ് ഖത്തറിലെ. ഓക്കെ ഇവിടുത്തെ ചെറിയൊരു പാർക്കാണ് കേട്ടോ മിയ പാർക്കിലെ. പിന്നെ ഫ്രീ ആണ് എൻട്രൻസ് ഒക്കെ. പിന്നെ ഇത് ഫയാസിൻ്റെ പാർക്കിൽ നമ്മളിവിടെ പാർക്കുന്നത്. ഒരു വലിയ പിസ്സ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കുട്ടപ്പ ഉണ്ട്, ഫയാസുണ്ട്. പാർക്കുന്നത് തന്നെയാണ്. എല്ലാവരും ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ട്. വക്ര ജുനൂബ് സ്റ്റേഡിയം വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നത്. ഒരു പാർക്കിലാണുള്ളത്. ഓക്കെ അതില്ല എന്നുണ്ട്, അതില്ല. ഖത്തർ ഗസ്റ്റ് പാർക്കാണ്. ഓക്കെ
ഐ ലവ് പ്ലാസ്റ്റിക്. ഇത് ഖത്തറിലൊരു ഗിഫ്റ്റ് മാൾ എന്നൊക്കെ പറയും. ഗിഫ്റ്റ് ബോക്സ് ഷേപ്പിലാണ്. ഇതാണ് പാരൻസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അർജന്റീന അനയിച്ച സ്ഥലമാണ്. കപ്പൊക്കെ കിട്ടിയാണ് ഇങ്ങനെ റോഡും കൂടിയാണ്. ഇംഗ്ലണ്ടിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സ്ഥലം. ഗ്രൗണ്ടെത്തില്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ലുസൈൽ സ്റ്റേഡിയമാണിത്. അർജന്റീന വേൾഡ് കപ്പ് നേടിയ സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? ഓക്കെ, ഇത് രസമാണ് ലുസൈൽ കാണാൻ. സ്റ്റേഡിയം ബോളിവുഡും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. ഇതാണ് നമ്മളെ സ്റ്റേഡിയം. മെസ്സി കപ്പടിച്ച സ്റ്റേഡിയം മക്കളെ. ഖത്തറിലെ 5-ാം ദിവസമായിരുന്നു. ഡ്രൈവർ നമ്മുടെ സ്പൾബറിൻ്റെ കൂടെ തന്നെ റാഷിട്ടൻ്റെ കൂടെ. എന്താണ് ഏരിയൻ്റെ പേര്? എന്താ റാഷി? വെസ്റ്റ് ബേ അല്ലേ? അടിപൊളി സ്ഥലമാണ്. ഇത് ഖത്തർ നാഷണൽ ഡേൻ്റെ സമയത്ത് രാജാക്കന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇത് കൊല്ലത്തിലൊരൊറ്റ ദിവസം മാത്രമേ ഇവിടെ ഒരു ഇരിക്കുള്ളൂ. കാരണം കോർണിഷിൻ്റെ അടുത്താണ്. കോർണിഷിൻ്റെ തൊട്ടടുത്താണ്. ഇതാണ് ഖത്തറിലെ പാർലമെൻറ്റ് മന്ദിരം. അമീർ ദിവാൻ അല്ലേ? അമീർ ദിവാൻ എന്ന് പറയും. നാളെ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ട്രംപ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, കൊടി കാണാതാനും ഖത്തർ അതുപോലെ അമേരിക്കൻ്റെ കൊടി. ഓക്കെ, ലോകത്ത് കൂടെ മൊത്തമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. സാധാരണ നല്ല ക്ലീൻ സിറ്റിയാണ്, അടിപൊളിയാണ്. ഇതാണ് ഖത്തർ മ്യൂസിയം. ഓക്കെ, മ്യൂസിയം അല്ലേ? ഇതാണ് തുവാമ സ്റ്റേഡിയം. ഓക്കെ, ഫോട്ടോ എടുക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വക്ര മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് ഇറക്കാൻ വിചാരിച്ചു. കുട്ടികളൊക്കെ ആയിട്ട് മെട്രോയിലാണ് ഇപ്പോൾ തന്നെ യാത്ര. അടുത്ത ദിവസം ഇത് 1 ഡേ പാസ്സാണ് നമ്മളെടുത്തത്. 6 റിയാലാണ്, ഖത്തർ റിയാൽ പെർ ഹെഡ്. നമുക്ക് ഇന്ന് എവിടെ യാത്ര ചെയ്ത്. ഓക്കെ, നോർമലി ഒരു യാത്രയ്ക്ക് 2 റിയാൽ 2 ഖത്തർ റിയാലൊക്കെ വരുന്നത്. പക്ഷേ നമ്മളിതെടുത്ത് എത്രയും നമുക്ക് ഇതിൽ കയറാം. അങ്ങനെ നമ്മൾ സുഖമാണ്, മൊത്തമായിട്ട് കറങ്ങിയെടുക്കാം. ഇത് നമ്മളെ കാർഡ് എടുത്തുകൊണ്ട് അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മെട്രോ. കാരണം ഫാമിലി സെക്ഷന് സെപ്പറേറ്റ് അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസത്തിൽ വേൾഡ് കപ്പിൻ്റെ ടൈമിലൊക്കെ മെട്രോ ഒക്കെ ഫുള്ള് ഫ്രീ ആയിരുന്നു. ഗൈസ്, അപ്പം മെട്രോ വന്ന് എല്ലാവരും കയറാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം മെട്രോയിൽ കയറി ഗൈസ്.
ഖത്തർ മെട്രോയിലുള്ളത്. ഈ സ്റ്റേഷനിലെത്തുമ്പോൾ കുറേ കുട്ടികൾ കയറി ഇവിടെ കുട്ടികളൊക്കെ മെട്രോ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മാറി കയറണം, ഇവിടെ മുന്നിലേക്ക് കയറണം, പിന്നെ വേറെ സ്റ്റേഷനിലേക്ക് പോകണം. ഖത്തർ മ്യൂസിയം കാണാൻ വേണ്ടി പോകണം. ഖത്തറിൽ അപ്പോൾ ഞങ്ങൾ മാൾ ഓഫ് ഖത്തറിലാണ് വന്നത്. മാൾ ഓഫ് ഖത്തറാകുമ്പോൾ ഇവിടെ തന്നെ പിന്നെ മെട്രോ ഒന്ന് നേരെ ഇറങ്ങി എന്താ അതിൻ്റെ എൻട്രൻസ് ആണ് മാൾ ഓഫ് ഖത്തറിൻ്റെ. ഓക്കെ, കാരണം ഇന്ന് ട്രംപ് വരുന്നുണ്ടാവും, മ്യൂസിയം ഇതൊക്കെ അടവാണ്. ഓക്കെ, അപ്പോൾ ചെക്കൻ ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര നിർബന്ധം. നാളെ ഫോട്ടോ എടുത്താൽ എന്നെക്കൊണ്ട് മനസ്സിലത്ത് പറ്റും. അപ്പോൾ ഇതാണ് ഗായ്സ് മാൾ ഓഫ് ഖത്തർ. ഒരുപാട് കറി കാണാൻ. ഇതാണ് തമീൻ രാജ്യം. വേറെ വർഷമായി മാൾ ഓഫ് ഖത്തർ. ട്രെയിൻ കാണാൻ കൊണ്ട് വരുന്നത് ഇതാണ്. ഇനി അണ്ടർഗ്രൗണ്ടാണ് പോകുന്നത്. ഏതൊക്കെ ഇനി കുറേ നേരത്ത് മെട്രോ അണ്ടർഗ്രൗണ്ടിലുള്ള യാത്രയാണ് ഗൈസ്. ഖത്തറിലൊരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. ഓക്കെ, ഒരു ഫാമാണ് കാണുക. തിരക്കാണ്ട് വൈകുന്നേരം എത്തിയത്. മരുവിൻ്റെ ടൈമായിട്ടുണ്ട്. മാനല്ലല്ലോ അത്, മാൻ്റെ ഒരു വേറെ ഉറക്കും. നിലക്കായി എൻ്റെ ഒപ്പം. ഇത് ഒമാനി, ഇതാണ് ഒമാനി ആട് കേട്ടോ. ഒമാനി ഗോഡ്സ്, ഒമാനി ആട് ഒക്കെ ഒമാനി ആടാണ്. ഒമാൻ്റെ ആട്, ഒമാനാടാ. എന്താ പ്രാവാം പല അടിപൊളിയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ട് എന്താ കോഴി പ്രാവുകളല്ലേ. വിരടിച്ചു അല്ലേ. അതാ മിന്നുവിൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. ഒക്കെ മിന്നുവിൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത്. ഒക്കെ മിന്നുവിൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. ഓക്കെ, മിന്നുവിൻ്റെ ചങ്ക് ഇതാ അവിടെ. മിന്നു എൻ്റെ ചങ്ക് ഇതാ. ഇതൊന്നും കാണാൻ ഓനായിട്ട് തലട്ടിക്കണ്. ഹായ് ഹായ് ആണോ? സ്വകാര്യം പോലെയാണ്. ഗായ് മൃഗശാല സന്ദർശിക്കാണ് മമ്മി. അമ്മ അവിടെ നിന്ന് ഇഷ്പിയല്ലണ, അപ്പുറത്തുനിന്ന് അതാ മറ്റേ ഇഷ്പിയല്ലണ. ഗൈസ് പൊട്ടക്കോഷിൻ്റെ അടുത്തെത്തി. അതൊക്കെ തന്നെ ടോഷി അവിടെ ഓസ്ട്രിച്ചിലെ ഇത് പഴയ കാലത്തെ പല്ലക്ക.
രാജകുമാർ യമു ആണ്. ഓക്കെ, ആ യമു ആണ് കേട്ടോ. ഇതൊക്കെ യമു ആണ്. യമു പലതരത്തിലുള്ള യമുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. യമു ആയിട്ടുള്ള യമു ഉണ്ട്. നല്ല അല്ല ഇത് നല്ല വലിപ്പമുണ്ടല്ലോ. ഇതൊക്കെയാ ഓ യമു അത്യാവശ്യം വലിപ്പല്ലേ. ആടാണ്, പക്ഷെ എന്ത് ഏത് തരത്തിൽപ്പെട്ട ആടാ അറിയില്ല. നേരത്തെ മനിയാടായിരുന്നു അവിടെ കണ്ടിരുന്നത്. ഖത്തർ ആടായിരിക്കും. കുട്ടികളൊക്കെ ഫാമും കണ്ട് നടക്കുകയാണ്. ആ ഇതേതാ മുതൽ സാധനം മേരിയ? ഇതേതാ ദോശ? ആ ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് കുതിര മുതൽ സാധനം കേട്ടോ. ഇതോ ഇത് ചെറിയ കൊച്ചു അല്ലേ? ഓ അവനെ കളിക്കല്ലട്ടാ. മൊയലുതാ റാബിറ്റ്. കൈ എടുത്തോ. വാവ്, നമ്മളെ പീക്കോക്ക് മക്കളെ. മയില് ഇത് ഖത്തറിൽ വരുന്നവർ ആരും മിസ് ചെയ്യരുത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒന്ന് ഫാമാണ്, ഫ്രീ ആണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളും ഇതൊക്കെ ഫ്രീ ആയിട്ട്. അതൊക്കെ വലിയൊരു ഖത്തർ ഇതിൻ്റെ വലിയ പ്രത്യേകത കേട്ടോ. ഇതൊക്കെ അമ്മ അവിടെ ആണെങ്കിൽ എന്തായാലും ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും, ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. ഇതൊക്കെ ഇവിടെ ഫ്രീ ആണ്. ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് വലിച്ചു വലിയ. ഉണ്ടോ? അതൊന്നും ആവില്ല. ഒരുപാട് പ്രാവുകൾ, പ്രാവ് അതൊക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ്. പ്രാവൊക്കെ നമ്മൾ ആകെ അമ്പലപ്രാവും പിന്നെ മറ്റേ 1-2 വെള്ളിയും ആ പ്രാവെല്ലാം ഉണ്ടത്. ഒരുപാട് പ്രാവുകളുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു കാട്ടിനുള്ളിൽ കൂടി നടക്കുന്ന ഫീലിംഗ് ആണ്. കുറേ മയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പ്. വേറെ കുറേ ഐറ്റംസുകൾ. താറാവാണോ? താറാവിൻ്റെ പല ഇതിൽപ്പെട്ട താറാവല്ലേ? താറാവിൻ്റെ ഏതാണ്? സൈഡൊക്കെ പ്രാവ്. നല്ലൊരു മനുഷ്യന്. നമുക്ക് ഇതിനടുത്തത് കാണാറിയാണ്ട് ഇതൊക്കെ തുറന്നു തരാണ്. പുള്ളിവരിക്കുമ്പോൾ അടുത്തുനിന്ന് ഇത് എടുക്കാമെന്ന് പറഞ്ഞേ. മയിലിനെ കുടിച്ചിരുന്നുണ്ട്. മയിലിനൊക്കെ അടുത്തുനിന്ന് കാണാം. വെരി ഗുഡ്. ഇത് മയില്. ഇതാണ് പീക്കോക്കിന്റെ കുട്ടി. ശരിക്കും കോഴിക്കുട്ടികളെ മയിലില്ല. കോഴിക്കുട്ടികളെ മയില് വെള്ളം ഉണ്ട്. പീക്കോക്കിന്റെ ബേബി ആട്ടത്. ഫസ്റ്റ് കാണാം. ശരി. അടിപൊളി. ഇതൊക്കെ നല്ല കാഴ്ച. നാട്ടിൽ പോയി തൊഴാൻ ഇതാണ് വൈറ്റ് പീക്കോക്ക്. ഓക്കെ, വൈറ്റ് പീക്കോക്ക് സൂപ്പർ സാധനം. അയ്യോ ഗൈസ്, ഇത് ഖത്തറിൽ വന്നപ്പോൾ ഇവിടുത്തെ ഫാം വിസിറ്റ് ചെയ്തപ്പോൾ ഖത്തറി തന്നൊരു ഗിഫ്റ്റാണ്. നമ്മളെ പീക്കോക്കല്ലേ, വൈറ്റും ഉണ്ടായിരുന്നു മറ്റതും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പീക്കോക്കിൻ്റെ മയിലിൻ്റെ അതിൻ്റെ കുട്ടിയാണ്. അപ്പോൾ വളർത്താൻ വേണ്ടി തന്നതാണ്.
ആണോ അപ്പോൾ അതിൻ്റെ വാലൊക്കെ തന്ന് അതിൻ്റെ വാലുണ്ടല്ലോ ചെറിയ അപ്പം ഏതായാലും വളർത്തി നോക്കാം ഞാൻ ഏതായാലും ഇവിടെ വെച്ച് വിലക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഞാൻ പോവാണ്. ഇതിപ്പോൾ ജിദ്ദയിലെത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് വണ്ടിയിൽ ചിലപ്പോൾ. ഓക്കെ പിടിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ബാവുക്കും ജാപ്പറുമ്പാടുണ്ടാക്കിയ ആട് ചിക്കന് സ്പെഷ്യൽ സാധനം പൂള. അപ്പോൾ ഗൈസ് ഖത്തറിനോട് നമ്മൾ വിട പറഞ്ഞ് സൗദിയിലേക്ക് പോവുകയാണ്. ഓക്കെ അതായത് കുറേ നല്ല അനുഭവങ്ങളും അടിപൊളി യാത്രകളും ഒക്കെ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയുന്നു. പിന്നെ ഒരുപാട് സ്വീകരണങ്ങൾ അതുപോലെ നമുക്ക് ഒരുപാട് വ്യക്തികൾ സംഘമാണ് നമ്മളെ ബൗട്ടിക്ക്. സിമ്പിളാട്ടോ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഫിംഗർ കൊടുക്കുന്നതാണ്. വണ്ടിയിൽ തന്നെ ഇരിക്കുന്നത് നമ്മളാളുണ്ട് ഇവിടെ തിരിച്ച് സൗദിയിലേക്ക് പോരുന്ന ഇതാണ് കേട്ടോ ചെക്ക് പോസ്റ്റ്. ഇതാണ് കേട്ടോ പിന്നെ ബോർഡർ വരുന്നത് ഇതാണ്. പിന്നെ കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാം കൊടികൾ കാണാം. ബഹ്റൈൻ, സൗദി, പിന്നെ ഒമാൻ്റെ കൊടി, ഖത്തറിൻ്റെ കൊടി, അതുപോലെ ദുബായിൻ്റെ കൊടി. ഈ റോഡതാ ഈ റോഡ് ഇങ്ങനെ പോണത് ആ ഇപ്പോൾ വണ്ടിക്കാരൻ പോണ ആ റൈറ്റിലേക്ക് പോയാലാണ് ഒമാന് ദുബായി ഒക്കെ പോണത്. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഖത്തർ. ഓക്കെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് ഖത്തർ നേരെ പോകുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഒമാന് ദുബായി ഒക്കെ അങ്ങോട്ട് പോകും. പിന്നെ നമ്മളെ അപ്പൂപ്പിൽ